എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മനസ്സിലായോ എന്നുള്ളത്. കുറേ പേര് അതിൻ്റെ കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞു കേട്ടോ. അതെ, ചിക്കൻ പാർട്സ് ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാത്തവർ വരെ കഴിച്ചു പോകും കേട്ടോ. ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ ഒരു നാടൻ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 2 സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിത് മൺചട്ടിയിലാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണേ. 2 പച്ചമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 10 അല്ലി വെളുത്തുള്ളി, 10 ചെറിയുള്ളി, വലിയൊരു പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞത് ചെറുത് 1 മതി, അതും ചെറുത് മതി, വലുതൊന്നും വേണ്ട കേട്ടോ. അതിലേക്ക് ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഉടയുന്ന രീതിയിലൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നോർമൽ മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ചിക്കൻ മസാല ഒന്നും കൂടുതലൊന്നും വേണ്ട കേട്ടോ, 1/4 ടീസ്പൂൺ മാത്രം മതി. ഇനി മസാലയുടെയൊക്കെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോ ചിക്കൻ പാർട്സ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പം കുറച്ചൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സവാളയിലേക്ക് ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഈ ഒരു ചിക്കൻ പാർട്സ് ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവുമല്ലേ, അങ്ങനെയുള്ളവർ ഇത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവുമേ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം. എണ്ണയൊക്കെ ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്ക്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് അതൊരു ഗ്രേവി പോലെ ആവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ചെക്ക് ചെയ്താൽ മതി വെന്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഏകദേശമൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ആട്ടോ ഞാൻ ചേർത്തില്ല. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കേട്ടോ നമുക്ക് മുന്നിട്ട് ഈ ഒരു ഇതിന് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ കുരുമുളക് പൊടിയൊക്കെ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ പച്ച വെളിച്ചെണ്ണ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ കുരുമുളക് പൊടിയുടെയും ഈ ഒരു പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ അടിപൊളിയാണ്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് എടുക്കാം. പൊറോട്ട, ഗീ റൈസ്, എന്തിൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ടും ഒരു തവണ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്